കൂട്ടുകാരെ, ആനയുടെ കഥ കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? ആനയുടെ തുമ്പിക്കൈയുടെ രഹസ്യമെന്താണെന്നറിയാമോ? പണ്ടൊരു കാട്ടിൽ ഒരാനയുണ്ടായിരുന്നു. അന്ന് ആനകൾക്ക് ഇന്ന് കാണുന്നതുപോലെ ഇത്രയും വലിയ തുമ്പിക്കൈയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ആനയുടെ മൂക്കും നമ്മൾ കാണുന്ന മറ്റു മൃഗങ്ങളുടേതുപോലെ തന്നെ ചെറുതായിരുന്നു. നിറയെ മൃഗങ്ങളൊക്കെയുള്ള ഒരു വലിയ കാട്ടിലായിരുന്നു നമ്മുടെ ആനയും താമസിച്ചിരുന്നത്. മൃഗങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ കാട്ടിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കുമ്പോഴാണ് അവിടെ കടുത്ത വേനൽ വന്നത്. കുറേയേറെ നാളുകൾ ആ കാട്ടിൽ മഴ പെയ്തതേയില്ല. അവിടുത്തെ തടാകങ്ങളും അരുവികളും നദികളുമെല്ലാം വറ്റിവരണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ മൃഗങ്ങളെല്ലാം കുഴങ്ങി. അവർ അടുത്ത കാടുകളിലേക്ക് വെള്ളമന്വേഷിച്ചു പോകാൻ തുടങ്ങി. ആനയും വെള്ളമന്വേഷിച്ചു നടന്നു. ഒടുവിൽ അവനൊരു കുളക്കരയിൽ എത്തിച്ചേർന്നു. കുളത്തിൽ നിറയെ വെള്ളം കണ്ടതും ആന സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഹായ്, നിറയെ വെള്ളം! എത്ര നേരമായി വെള്ളത്തിനായി അലഞ്ഞു നടക്കുന്നു. എന്തായാലും ഇനി മതി വരുവോളം വെള്ളം കുടിക്കാമല്ലോ. ഇതും പറഞ്ഞ് ആന വെള്ളം കുടിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് കുളത്തിൽ നിന്നും ഒരലർച്ച. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അതാ മുൻപിൽ നല്ല പച്ച നിറമുള്ള ഒരു മുതല. ആന ഭയന്ന് പിന്നോട്ടു മാറി. ഇത് കണ്ടതും മുതല പറഞ്ഞു, ഇതെന്റെ മാത്രം കുളമാണ്. ഇവിടെ നിന്നും വെള്ളം കുടിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. മറ്റൊരാളും ഇവിടെ നിന്നും വെള്ളം ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. ആന തന്റെ അവസ്ഥ മുതലയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. കടുത്ത വേനലിൽ കാട്ടിലെ അരുവികളും തടാകങ്ങളുമെല്ലാം വറ്റിക്കഴിഞ്ഞു. ദാഹിച്ചു വലഞ്ഞാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദയവായി എന്നെ ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കണം. എന്നാൽ മുതല ആന പറഞ്ഞതൊന്നും ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ആന മനസ്സിൽ കരുതി, ഈ മുതലയോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു കാര്യം ചെയ്യാം, മുതല ഉറങ്ങുന്ന സമയം നോക്കി വരാം. ഇപ്പോൾ മുതലയുമായി കയർക്കാൻ നിൽക്കാതെ പിന്മാറുന്നതാണ് ഉചിതം. അങ്ങനെ ആന അവിടെ നിന്ന് പോയി കുറച്ചകലെയായി മറഞ്ഞു നിന്നു. ആന പോയി കഴിഞ്ഞപ്പോൾ മുതല കുളത്തിൽ നീന്തി തുടിക്കാൻ തുടങ്ങി. ആ കുളത്തിൽ മുതലയോടൊപ്പം ഒരു പച്ച തവളയും ഉണ്ടായിരുന്നു. ഈ തവള എന്നും മുതല നദിയിൽ നീന്തുമ്പോൾ അതിന്റെ മുകളിൽ കയറിയിരിക്കുക പതിവായിരുന്നു. എത്ര ശ്രമിച്ചാലും തവള അതിന്റെ പുറത്തുനിന്നും ഇറങ്ങുമായിരുന്നില്ല. മുതലയുടെ പുറത്തിരുന്ന നദിയിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നത് തവള വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇത് മുതലയ്ക്കു വലിയ ശല്യമായിരുന്നു. അങ്ങനെയിരിക്കെയായിരുന്നു ആ നദിയിലേക്ക് നമ്മുടെ ആനക്കുട്ടൻ വെള്ളം കുടിക്കാനായി എത്തിയത്. മുതല ഉച്ചഭക്ഷണവും കഴിച്ച് മയങ്ങിയതും ആന പതുക്കെ കുളക്കരയിൽ തിരിച്ചെത്തി വെള്ളം കുടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ഇതൊന്നും അറിയാതെ കുസൃതിക്കാരനായ തവള ഉറങ്ങിക്കിടന്ന മുതലയുടെ പുറത്ത് കയറി. തവള പുറത്തു കയറിയതും മുതല ഉണർന്നു. തവളയെ താഴെ ഇറക്കുന്നതിനായി മുതല കുതറാൻ തുടങ്ങി. അപ്പോഴാണ് മുതലയുടെ ശ്രദ്ധയിൽ ആന വെള്ളം കുടിക്കുന്നത് പെട്ടത്. ഉടൻ തന്നെ മുതല തവളയെ കുടഞ്ഞു താഴെയിട്ടു. തവളയോടുള്ള ദേഷ്യത്തിൽ നിന്ന മുതല ആന വെള്ളം കുടിക്കുന്നതുകൂടി കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഇരട്ടിച്ചു. ഉടൻ തന്നെ മുതല ആനയുടെ മൂക്കിൽ ചാടി കടിച്ചു. കടികൊണ്ട നമ്മുടെ പാവം ആന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സർവ്വശക്തിയും എടുത്ത് പുറകിലോട്ട് ആഞ്ഞു. മുതലയുണ്ടോ പിടിവിടുന്നു. അവസാനം കുറച്ചു നേരത്തെ മൽപിടുത്തത്തിനു ശേഷം വല്ലവിധേനയും ആന മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴാണ് ആന തന്റെ കടിയേറ്റ മൂക്ക് ശ്രദ്ധിച്ചത്. മൂക്കിന് ഒരുപാട് നീളം വെച്ചിരിക്കുന്നു. ഇത് കണ്ട ആനയ്ക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവുമായി. സങ്കടവും ദേഷ്യവും സഹിക്കാൻ വയ്യാതെ ആന ആ കുളത്തിലെ വെള്ളം മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ചു വറ്റിച്ചു. എന്നിട്ടും അരിശം മാറാതെ അവൻ കുളത്തിൽ നിന്നും കുറെ ചെളി വാരിയെടുത്ത് മുതലയുടെയും തവളയുടെയും ദേഹത്തെ എറിഞ്ഞു. മുതലയുടെയും തവളയുടെയും ദേഹമാകെ ചെളി വീണു. അതോടെ നല്ല ഭംഗിയുള്ള പച്ച നിറമായിരുന്ന മുതലയും തവളയും ചെളി പറ്റിയ നിറമായി നടക്കാൻ തുടങ്ങി. മാത്രമല്ല, തുടർന്നങ്ങോട്ടുള്ള എല്ലാ മുതലകൾക്കും തവളകൾക്കും ചെളി പറ്റിയ നിറമാവുകയും ചെയ്തു. നമ്മുടെ ആനയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. മുതല പിടിച്ചപ്പോൾ വലുതായ ആനയുടെ മൂക്ക് നീണ്ടുതന്നെയിരുന്നു. അതൊരിക്കലും പഴയതുപോലെ ആയില്ല. അത് വളർന്ന് ഇന്ന് കാണുന്നതുപോലെ തുമ്പിക്കൈയായി മാറി. അങ്ങനെയാണത്രേ നമ്മുടെ ആനകൾക്ക് നല്ല ഭംഗിയുള്ള തുമ്പിക്കൈകളുണ്ടായത്.